നമസ്കാരം. കൈരളി വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ഷിക്കാഗോയിൽ മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ട 32 പേർ അറസ്റ്റിൽ. എല്ലിസ് ഐലൻഡ് മെഡൽ ഓഫ് ഓണർ ഇന്ത്യക്കാരായ 4 പേർക്ക്. ഇന്റർനെറ്റിലെ നഗ്നചിത്രങ്ങൾ 12 അമേരിക്കക്കാർ അറസ്റ്റിൽ. സിറിയയ്ക്കുമേൽ US ഉപരോധം ഏർപ്പെടുത്തി. ചൈനയിൽ കടന്ന US സാമൂഹ്യ പ്രവർത്തകന് 5 വർഷം തടവ്. വാർത്തകൾ വിശദമായി. വിദേശ പോരാളികളെ ഇറാഖിലേക്ക് കടത്തുന്നതിന് സഹായിക്കുന്നുവെന്നും മാരകായുധങ്ങൾ വികസിപ്പിക്കുന്നു എന്നും ആരോപിച്ച് US സിറിയയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി. US സിറിയയിലേക്ക് മരുന്നും ഭക്ഷണവും ഒഴികെയുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് നിരോധിക്കുകയും സിറിയൻ പൗരന്മാരുടെ അമേരിക്കയിലെ ആസ്തികൾ മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സിറിയൻ വിമാനങ്ങൾ US-ൽ പ്രവേശിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. സിറിയ തീവ്രവാദി സംഘടനകളെ പിന്തുണയ്ക്കുന്നുവെന്നും ലെബനനിലെ സൈനിക സാന്നിധ്യം തുടരുന്നുവെന്നും US പ്രസിഡന്റ് ജോർജ് ബുഷ് ആരോപിച്ചു. കുട്ടികളെ ലക്ഷ്യമാക്കി ഇന്റർനെറ്റിൽ നഗ്നചിത്രങ്ങൾ വിതരണം ചെയ്ത 1 ഡസനോളം അമേരിക്കക്കാരെ FBI ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 2-3 ദിവസമായി അറ്റോർണി ജനറൽ ആഷ്ക്രോഫ്റ്റിന്റെ നേതൃത്വത്തിൽ FBI, ഇമിഗ്രേഷൻ, കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഒരുമിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായാണ് ഈ അറസ്റ്റ്. രക്ഷകർത്താക്കൾ കുട്ടികളുടെ ഇന്റർനെറ്റ് ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ആഷ്ക്രോഫ്റ്റ് അഭ്യർത്ഥിച്ചു. കുട്ടികൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന ഈ അപകടത്തെ നേരിടാൻ ഫെഡറൽ, ലോക്കൽ തലങ്ങളിൽ ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചു കഴിഞ്ഞു. വിവാദം സൃഷ്ടിച്ച ഡോക്യുമെന്ററിയായ ഫാരൻഹീറ്റ് 9/11 പ്രദർശനത്തിനെത്തിക്കാൻ പല വിതരണക്കാരും താൽപര്യം പ്രകടിപ്പിക്കുന്നു. വാൾട്ട് ഡിസ്നി കമ്പനി മാതൃസ്ഥാപനമായ മീരാമാക്സ് ഈ ഡോക്യുമെന്ററി പ്രദർശനത്തിനെത്തിക്കാൻ വിസമ്മതിച്ചിരുന്നു. മൈക്കേൽ മോറിന്റെ ഈ ചിത്രം ബുഷ് കുടുംബത്തിന് സൗദി അറേബ്യയിലെ രാജകുടുംബവുമായുള്ള അടുപ്പവും സെപ്റ്റംബർ 11-ന് ശേഷമുള്ള അമേരിക്കയുടെ വിദേശ നയത്തിലുള്ള മാറ്റവും ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ മാസം തുടങ്ങാനിരിക്കുന്ന കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കപ്പെടുന്നു. മാർത്തോമ സഭയുടെ അമേരിക്കൻ യൂറോപ്പ് ഭദ്രാസനത്തിലെ വിവിധ പള്ളികളിൽ മെയ് 1 മുതൽ പുതുതായി 18 വൈദികർ ചുമതലയേറ്റെടുത്തു. ഈ ഇടവകകളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന വൈദികർ കേരളത്തിലേക്കും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്കും മടങ്ങിപ്പോയ സാഹചര്യത്തിലാണിത്. 2004 മെയ് 1 മുതൽ 3 വർഷത്തേക്കാണ് ഇവരുടെ കാലാവധി. ഇതോടൊപ്പം റവറൻഡ് ഡോക്ടർ KA എബ്രാഹിം ഡയോസിഷൻ സെക്രട്ടറിയായും ചാർജെടുത്തു. മാർത്തോമ സഭയ്ക്ക് അമേരിക്ക, കാനഡ, യൂറോപ്പ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലായി നിലവിൽ 66 പള്ളികളും 46 വൈദികരുമുണ്ട്. അമേരിക്കയിൽ ന്യൂയോർക്കിലെ മെറിക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാർത്തോമ സഭയുടെ ഡയോസിഷൻ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ യുയാക്കി മാർക്കുറിയലസ് ആണ്. ഷിക്കാഗോ സൗത്ത് സൈഡിലുള്ള ഒരു കെട്ടിടം കയ്യേറി കോടികളുടെ മയക്കുമരുന്ന് ഇടപാടുകളുടെ ആസ്ഥാനമാക്കിയ ഒരു സംഘത്തിലെ 32 പേരെ ഫെഡറൽ അധികാരികൾ അറസ്റ്റ് ചെയ്തു. ബ്ലാക്ക് ഡിസൈപ്പിൾസ് എന്നറിയപ്പെടുന്ന ഈ സംഘം എതിർ ചേരിക്കാരോട് പോരാടുവാനായി സൂക്ഷ്മതയോടെ വെടിവെക്കാൻ കഴിയുന്ന സ്നൈപ്പർമാരെ കെട്ടിടത്തിന് മുകളിൽ കാവൽ നിർത്തിയിരുന്നു. കൂടാതെ കുട്ടികളെയും മയക്കുമരുന്നിന് അടിമകളായവരെയും നിരീക്ഷകരായി ഉപയോഗിച്ചു വന്നിരുന്നു. ദിനം പ്രതി 20,000 മുതൽ $150,000 വരെയുള്ള മയക്കുമരുന്ന് വിൽപ്പന ഇവർ നടത്തിവന്നതായി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. ഈ കഴിഞ്ഞ 3 മാസത്തിൽ അമേരിക്കൻ കമ്പനികളുടെ ഉൽപാദനക്ഷമത 3.5% വർദ്ധിച്ചതും തൊഴിലില്ലായ്മ വേതനത്തിന് അപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതും രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ വളർച്ചയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുവെന്ന് അമേരിക്കൻ ലേബർ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. തൊഴിലില്ലായ്മ വേതനത്തിന് അപേക്ഷിച്ചവരുടെ എണ്ണം 25,000-ഓളം കുറഞ്ഞു. ഒക്ടോബർ 28, 2000-ന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും കുറവ് അനുഭവപ്പെട്ടത്. വാർത്തകൾ തുടരുന്നു. ഒക്ലഹോമ സിറ്റി ബോംബിംഗിന്റെ 9ാമത് വാർഷികം ഒക്ലഹോമ സിറ്റിയിൽ വെച്ച് നടത്തപ്പെട്ടു. ഏപ്രിൽ 19 അമേരിക്കയിലെ ഒക്ലഹോമ നിവാസികൾക്ക് എന്നും വേദനയുടെ ദിവസം മാത്രമാണ്. 1990 അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ സാമൂഹ്യ പ്രവർത്തകൻ യാങ് ജിയാൻലിയെ ചാരപ്രവർത്തനം നടത്തിയതിന് 5 വർഷം തടവിന് ശിക്ഷിച്ചു. 1989 നടന്ന ടിയാനൻമെൻ സ്ക്വയർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുള്ള ജിയാൻലി അനധികൃതമായി ചൈനയിൽ കടന്നതിന് 2002 ഏപ്രിലാണ് അറസ്റ്റിലായത്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ജിയാൻലി ഒരു സുഹൃത്തിന്റെ പാസ്പോർട്ടുമായി കള്ളപ്പേരിൽ യാത്ര ചെയ്യുമ്പോൾ പിടിയിലാവുകയായിരുന്നു.
വടക്ക് കിഴക്കൻ മേഖലയിലെ തെഗീറലി പ്രക്ഷോഭം നിരീക്ഷിക്കുകയായിരുന്നു യാത്രയുടെ ഉദ്ദേശം.